എനിക്ക് എങ്ങനെ രാജുവിന്റെ അടുത്ത് പറയണമെന്ന് അറിയില്ല രാജു. എന്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. എന്താ മാഡം കാര്യം? എന്താ മാഡത്തിന്റെ പ്രശ്നം എന്ന് പറ. നീ എന്നെ മനസ്സിലാക്കാത്തത് തന്നെ എന്റെ പ്രശ്നം. ഓർമ്മ വെച്ച കാലം മുതല് കുറ്റപ്പെടുത്തലുകളും അവഗണനയും മാത്രം കണ്ടു വളർന്നൊരു പെൺകുട്ടിയാ ഞാൻ. എന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടെന്ന് എന്നെ മനസ്സിലാക്കി എന്നെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരാൾക്ക് എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിന്നിലൂടെയാ മനസ്സിലാക്കിയത്. നിന്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നിനക്കറിയാമായിരുന്നിട്ടും എന്തിനാ രാജു എന്നെ ഒഴിവാക്കാൻ നീ ഇത്രയ്ക്ക് ധൃതി കാണിക്കുന്നത്? നിന്റെ കയ്യിലുള്ള DNA റിപ്പോർട്ട് നീ അച്ഛനെ കാണിച്ച ദീപക് ഫ്രോഡാണെന്ന് അച്ഛൻ മനസ്സിലാക്കും. പിന്നെ നമ്മുടെ വിവാഹം നടന്നിട്ടില്ലെന്ന് അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കി എല്ലാം അവസാനിപ്പിക്കാൻ എളുപ്പമാവല്ലേ? അതങ്ങനെ തന്നെയല്ലേ മാഡം വേണ്ടത്? അതല്ലേ ശരി? അതെങ്ങനെ ശരിയാവും രാജു? മനസ്സുകൊണ്ട് നിന്റെ ഭാര്യയായ ഞാൻ നിന്റെ കൂടെ ജീവിക്കുന്നത്. എനിക്കിനി അത് അങ്ങനെയല്ലെന്ന് മാറ്റാനാവില്ല രാജു. ഋതിക മാഡം ഇതെന്തൊക്കെയായി പറയുന്ന? ഞാൻ പറയുന്നത് എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാ രാജു. നിന്നെ പിരിയാൻ എനിക്ക് കഴിയില്ല. മനസ്സിലുള്ള വ്യക്തിയെ നിലാവില് കാണുന്ന പോറ്റി എന്നോട് പറഞ്ഞത് രാജുവിന് ഓർമ്മയില്ലേ? ആ പൗർണമി രാത്രിയിൽ പൂർണ്ണചന്ദ്രനിൽ ഞാൻ കണ്ടത് രാജുവിന്റെ മുഖായിരുന്നു. അതുവരെ രാജുവിനെ ഒരു നല്ല സുഹൃത്തായിട്ട് മാത്രം കണ്ടിരുന്ന എന്റെ മനസ്സിൽ അന്നാദ്യമായി പ്രണയം എന്ന വികാരം മുട്ടിട്ട് തുടങ്ങി. നീ എന്റെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയ ദിവസങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു രാജു.